ഇന്നലെ പരിചയപ്പെട്ട റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും. അങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന. ഫോണ്. ഹലോ ഹലോ ലോണ, ഇത് ഞാനാ ചിന്നു. ചിന്നു, ലോണിന് എവിടെയാ? ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ, റോഡിന്റെ അവിടെയാ. ലോണിന് അവിടെ നിന്നോ? എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം. അതെന്തിനാ? എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് ലോണ്. എന്റെ കയ്യില് കാശില്ല. അങ്ങനെ പറയരുത് ലോണ. ദേ ഞാൻ വന്നു കഴിഞ്ഞു, ഞാൻ വരുവാട്ടോ. ഈ കാശ് ചിന്നു കൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും? മോശമല്ലേ? പോയാലോ? ലോണ, ആ സുന്ദരി ടെക്സ്റ്റൈൽസിലെ നല്ല അടിപൊളി ഒരു ചുരിദാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ലോണിന് എനിക്കത് മേടിച്ചു തരണം. വെറും 1000 രൂപയുള്ള അതിന്റെ വില. അയ്യോ അങ്ങനെ പറയരുത്. ലോൺ അല്ലാതെ വേറെ എനിക്ക് ആരാ മേടിച്ചു തരാനുള്ളത്? എന്റെ കാശില്ലാത്തോണ്ടാ. ഞാൻ ആ ചുരിദാറിന് നടക്കുമ്പോ എന്റെ കൂട്ടുകാരെ ചോദിക്കുമ്പോ എനിക്ക് പറയാലോ ലോണിനെ മേടിച്ചു തന്നെ. അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ലോണിന്. അത് പിന്നീടേ അതിനേക്കാൾ നല്ലതൊരെണ്ണം മേടിക്കാം. ഇപ്പൊ എന്റെ കാശില്ലാഞ്ഞിട്ടാന്നേ. ഇതെന്ന് കണ്ടില്ലേ? കിന്നാരം പറയുമ്പോ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, അല്ലാത്തപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നാ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവുക. എന്നാത്തിനാ? ചാക്കോ സാറ് ജോലി ആ ഓർഡർ കൊടുക്കാൻ പോവുക. രക്ഷപ്പെട്ടു. എത്ര കാലം കൊണ്ട് കാത്തിരുന്നതാ. പാവം, നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ. അയ്യോ എന്റെ പേഴ്സ്. പിന്നെ എന്താ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവുക. ഓർഡർ കൊടുത്തില്ലേ? ആ ഓർഡർ കൊടുത്ത് ഇത് പെട്ടിക്ക് ഓർഡർ കൊടുക്കാൻ പോവുക. ചാക്കോ സാറ് തട്ടിപ്പോയി. അതിന് ജോലി കിട്ടിയ സന്തോഷം കൊണ്ടാണോ? പ്രായമുള്ള ആളല്ലേ? ശരിയാ, നല്ല പ്രായമുള്ള ആളല്ലേ. സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോവും. അയ്യോ എന്റെ പേഴ്സ് ഇവിടെ. ലോണിന് എന്തെടുക്കുക? അമ്മയ്ക്ക് വാദം, കുറച്ച് പുല്ല് പറിക്കുക, മരുന്ന് പറിക്കുക. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ ലോണിനായിട്ട് വഴക്കിട്ട് എപ്പോ പോയാലും എനിക്ക് നല്ല കാലമാണ്. ഞാൻ ലോണിനായിട്ട് വഴക്കിട്ട് ഇതുവഴി പോയപ്പോഴേ എനിക്ക് ഇവിടെ കിടന്നൊരു പേഴ്സ് കിട്ടി. ഒരു കറുത്ത പേഴ്സാണോ? എന്നിട്ട് അതില് 1000 രൂപയേ ഉള്ളായിരുന്നു. എന്നിട്ട് ആ പേഴ്സ് എന്തിയേ? ആ രൂപയ്ക്കല്ലേ ഈ ചുരിദാർ മേടിച്ചത്. പബ്ലിസിറ്റി പല രീതിയിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ, ഞാൻ ഉൾപ്പെടെ. കാശൊക്കെ കൊടുത്തിട്ട് അവിടെ ഫ്ലെക്സ് വയ്ക്കുക, ഇവിടെ ഫ്ലെക്സ് വയ്ക്കുക, അങ്ങനത്തെ കുറേ പരിപാടികൾ. അത് പക്ഷേ ആരും അറിയാറില്ലെന്ന് മാത്രം. എന്തിനാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? പത്രം തുറന്ന് നോക്കി കഴിഞ്ഞാൽ ചരമകോളത്തിൻ്റെ അവസാനം കാണാം, മറ്റേ അയാൾ മരിച്ചു, മകൻ അബുദാബിയിൽ 50,000 രൂപ ശമ്പളം, അത് ഉൾപ്പെടെ നമുക്ക് കാണാം. ഓരോ രീതിയിൽ എന്താ പറയുക, പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ചിലവർ ഉണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും, എന്നിട്ട് പറയും എനിക്കങ്ങനെ പബ്ലിസിറ്റിയോടൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ട് ഭീകരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഒരു ഫാമിലിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നതിലും നല്ലത് ഈ ഫാമിലിനെ പരിചയപ്പെടുന്നത് നല്ലത്. കാരണം അത് ഇവർ തന്നെയാണ്. അമ്മ തായേ. അയ്യോ അതല്ല അമ്മ, തായേ എന്തെങ്കിലും തരണേ. പാവപ്പെട്ടൊരു പിച്ചക്കാരനാണ്. ആഹാരം കഴിച്ചിട്ട് 15 ദിവസമായി. ആഹാരം കഴിച്ചിട്ട് 15 ദിവസമായി. എന്തെങ്കിലും തന്ന് സഹായിച്ചാൽ അമ്മയ്ക്ക് പുണ്യം കിട്ടും, ദൈവം അനുഗ്രഹിക്കും. 15 ദിവസം ആഹാരം കഴിച്ചിട്ട് ഇങ്ങനെയുണ്ടല്ലോ ഈ നാട്ടിൽ ആളുകള്. എന്തെങ്കിലും തന്ന് സഹായിച്ചാൽ അമ്മയ്ക്ക് പുണ്യം കിട്ടും. അയ്യോ സ്വന്തക്കാരൻ ബന്ധുക്കൾ ആരുമില്ല. ഞാൻ കടത്തിണ്ണനാണ്. കിടപ്പ് കിടപ്പ് 15 ദിവസം ആഹാരം കഴിച്ചിട്ട് ബന്ധുക്കൾ അയ്യോ ആരുമില്ല. പ്രഭു. 15 ദിവസം ആഹാരം കഴിച്ചിട്ടില്ലേ? ആഹാരത്തിന് തീരെ നിവൃത്തിയില്ല. ഇട്ടേക്കുന്ന പേര് പ്രണഫു. ഇതാരാ നിനക്ക് ഈ പ്രണഫു എന്ന്? നീ കണ്ണാടി നോക്കാറുണ്ടോ? നിന്റെ വീട്ടുകാരറിഞ്ഞാന്നോ ഈ പേരിട്ടത് പ്രണഫു എന്ന്? ആഹാരം നിവൃത്തിയില്ലെങ്കിൽ പേരിനൊരു കുറവുമില്ല. പ്രണഫു പ്രണഫു അവിടെ നില്ല. ആഹാരം എടുത്തോണ്ടിരാൻ കേട്ടോ. ചാച്ചി അമ്മ ആഹാരം എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരണം. അയ്യോ അതെന്ത് മോനെ? ഇന്നെന്റെ ബർത്ത്ഡേയാ.
പിച്ചക്കാരന് മണത്തിടേ അവിടെ നില്ല് കേട്ടോ. അയ്യോ ചേച്ചി എടുത്തോണ്ട് ദൈവം അനുഗ്രഹിക്കും ഭഗവാനെ. ബിഷപ്പിന്റെ വില ചേച്ചി ചേച്ചി പുണ്യം കിട്ടും ഈശ്വര. കൈയ്യടി മക്കളെ, ചേച്ചി കൈയ്യടി ബിഷപ്പിന്റെ വില ചേച്ചി കറിയാം. കൈ നല്ലൊരു കഴിവ്, നല്ലൊരു കഴിവ് മക്കളെ. ചേച്ചി പുണ്യം കിട്ടും. കഴിവ് മക്കളെ, ദൈവം അനുഗ്രഹിക്കും. വായുടെ കഴിവ്. അയ്യോ ഡെയിലി പല്ല് തേക്കുവോ? ചുമ്മാ അല്ല, നല്ല കറുപ്പ്. ഒന്നുകൂടെ കഴിക്കോ? എനിക്കോ? ബിഷപ്പിന്റെ വില ചേച്ചിക്ക് അറിയാൻ മോനെ. കഴിവ്, ആ കൈയുടെ കഴിവ്. 15 വയസ്സായി കുഞ്ഞ് ആഹാരം കഴിച്ചിട്ട് മോനെ. ഒരു നേരത്തെ ബിഷപ്പിന്റെ വില ചേച്ചി ഒരുപാട് അനുഭവിച്ചവളാ. ഈ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കി മക്കളെ. ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ വന്ന് ചോദിച്ചാൽ കൊടുക്കാത്തവളാണ്. ചേച്ചി കണ്ട പറയത്തില്ല. ദൈവദോഷമല്ലേ മക്കളെ. പക്ഷെ ഇന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കണം ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളാണോ ഇല്ലയോ. വയറ് നിറച്ച് കഴിക്കും മക്കളെ കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളെന്ന്. ഈ ഒരു പിടി ചോറിന് വേണ്ടി കഴി മക്കളെ. വയറ് നിറച്ച് ആഹാരം കഴിക്കും. ഞാനും എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കഴിക്കും മക്കളെ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് അധ്വാനിച്ച ഈ ഒരുന്നുള്ള ആഹാരം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചോറ് വെച്ചാൽ കൊടുക്കാത്തവളാണ് ഈ നാട്ടുകാരൻ നമ്പി പറയുന്നത്. അതല്ല ദൈവം ചേച്ചി ബുദ്ധിമുട്ടില്ല മക്കളെ. കഴിക്കുക ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞ മനസ്സിലായി. നിറച്ച് കഴിക്കും. കഴിക്കട്ടെ. കറിയൊന്നും ഇല്ല മക്കളെ. വിശപ്പിന്റെ വില ചേച്ചിക്ക് അറിയാം മക്കളെ. 15 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. കരി മക്കളെ. എന്റെ ഭർത്താവ് കല്ലറിഞ്ഞ് ബുദ്ധിമുട്ടി ഒരുപാട് അധ്വാനിച്ചിട്ടാ ഈ ഒരു ആഹാരം ഞാൻ വെച്ച കൊടുക്കാത്തവളാന്നല്ലേ പറയട്ടെ മക്കളെ. ദൈവം അതല്ല ഒരു ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു. 15 ദിവസം ആഹാരം കഴിച്ചിട്ട് പറഞ്ഞല്ലേ. ആഹാരം കഴിക്കും. നിറച്ച് കരി മോനെ. ഇനി കഴിച്ചിട്ട് സംസാരിച്ചാൽ മതി. നിറച്ച് കഴിക്കും. കഷ്ടം. ഒരുപാട് പട്ടിണികളുണ്ട് മക്കളെ. കരി നിറച്ച് ആഹാരം കഴിക്കും മക്കളെ. കരി മോനെ കരി. കരി മോനെ. എവിടാ വീടെന്ന് പറഞ്ഞ? മോന്റെ വീട് എവിടാന്ന് പറഞ്ഞ? രഘുണ്ട് വീടിന്റെ താഴെ. താഴെ കൊണ്ടുപോയി ആര് പറഞ്ഞായിരുന്നു? അയ്യോ അച്ഛൻ ആദ്യം താഴെയാണ് വെച്ചത്. അതല്ല, എന്റെ പൊന്നുമോനെ ഇടിച്ചു പൊളിച്ച് മേളി വെക്കണം കേട്ടോ. നമുക്ക് നിലയും വില മനസ്സിലായി. അയ്യോ മക്കളെ ചേച്ചി ബുദ്ധിമുട്ടിച്ചോളാ. അയ്യോ ബുദ്ധിമുട്ടില്ല. സംസാരിക്കരുത്. ഇനി ആഹാരം കഴിച്ചിട്ട് വിശപ്പിന്റെ വില ചേച്ചി ദൈവം അനുഗ്രഹിക്കും. നിറച്ച് കഴി മക്കളെ. കഷ്ട ചേച്ചി തോന്നല്ലേ മക്കളെ. ഒന്നുമില്ല. നിറച്ച് കഴിക്കും. എത്ര വരെ പഠിച്ചായിരുന്നു? വിദ്യാഭ്യാസം വല്ലതും ഉണ്ടോ മോനെ? 5 വരെ പോയോടാ? കറക്റ്റായിട്ട് പറയടാ. എത്ര വരെ പോയിടാ? കറക്റ്റ് പറയണം. 1 വരെ പോയോ? പിന്നെന്താ ഈ വിരൽ ഇങ്ങനെ? എങ്ങനെയാ വിരൽ മടങ്ങത്തില്ല. ഇടയ്ക്ക് ഒരു വട്ടം മടക്കണം കേട്ടോ. പുണ്യം കിട്ടും. മറിച്ച് കഴി മക്കളെ. കഷ്ടം പാവം. 15 ദിവസമായി കുഞ്ഞ് ആഹാരം കഴിച്ചിട്ട് മറിച്ച് കഴിക്കും. ഇവിടെ വിശപ്പിന് ആഹാരം തന്നായിരുന്നോ? തന്നായിരുന്നോ? പിന്നെ നീ ഉരുട്ടി ഇങ്ങോട്ട് എവിടെ കൊണ്ടുപോയാ? കഴിക്കാൻ കൊണ്ടുവന്നല്ലേ. ഇവിടെ ആണോ വായിരിക്കുന്നത്? കഴിക്കാൻ കൊണ്ടുവന്നല്ലേ. ഇവിടെ ആണോ മാന്യമായിട്ട് ആഹാരം കഴിക്കാം. വിശപ്പുള്ളവർ ഇങ്ങനല്ല ചെയ്യുന്നത്. ഞാൻ പോലും കഴിക്കാതെ തരുന്ന ആഹാരം നീ ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യം എന്തുവാ? നിറച്ച് കഴി. നിന്നെ കൊണ്ട് കഴിപ്പിച്ചേ വിടും. ഒരു വർഷത്തേക്ക് നിനക്ക് ഇനി വിശക്കരുത്. ഒരു വീട്ടിലും ചെന്ന് നീ ഇനി ആഹാരം ചോദിക്കരുത്. കഴി. ഈ പാത്രം വരെ ചവിട്ടി എനിക്ക് ഇനി ഉണ്ടാക്കി തരില്ല ഞാൻ. എന്റെ വിശപ്പ് ഇതോട് മാറണം. കഴി കഴി. എന്തോ മോനെ ഗിറ്റാറിന്റെ കമ്പിയോ? ഇപ്പൊ ഇത് കിട്ടാറില്ലല്ലോടാ. എടുത്തൊരു വായന വായിക്കട്ടെ. വിശപ്പുണ്ടോ? കഴിയാതങ്ങോട്ട്.
വിശപ്പുണ്ടോടാ? നീ എന്നെ കളിയാക്കുന്നു ആഹാരം വെച്ചിട്ട്. എന്നാ ആഹാരം കഴിയടാ. വിശപ്പുണ്ടോ നിനക്ക്? കഴി, ആഹാരം കഴി. ഇന്ന് മൊത്തം കഴിച്ചിട്ട് വേറെ കാര്യം. കേട്ടങ്ങോട്ട് കുറച്ച് നേരം ഉണ്ട് ആഹാരം വെച്ചവൻ കളിയാക്കുന്ന. വിശപ്പുള്ളവൻ ഇങ്ങനാണോ ചെയ്യുന്നത്? ഇങ്ങനാണോ വിശപ്പുള്ളവൻ ചെയ്യുന്നത്? ഞാൻ പോലും കഴിക്കാത്ത ആഹാരമാണോ ഇത്? വിശപ്പുള്ളവൻ ഇങ്ങനെ ചെയ്യുവോ? 15 ദിവസമായി മക്കൾ ആഹാരം കഴിച്ചിട്ടല്ലേ? വിശപ്പുള്ളവൻ ഇങ്ങനാണോ കഴിക്കുന്നത്? മതിയായോ? വയറ് നിറഞ്ഞെങ്കിൽ കയ്യഴു. ഇപ്പോഴെങ്കിലും വിശപ്പ് മാറിയല്ലോ മോൻ്റെ. എന്നിട്ട് മക്കളെ നാട്ടുകാർ പറയുന്നത് ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളാന്നിട. ദൈവദോഷമല്ലേ കിട്ടുന്നത്? 15 ദിവസം കൊണ്ട് ഈ കുഞ്ഞ് ആഹാരം കഴിക്കാതെ കിടന്നതാ. നീ ചേച്ചി കഴിച്ചോളാം. എന്തായാലും മക്കളെ വിശപ്പ് മാറിയല്ലേ. ചേച്ചി കഴിച്ചോളാം കേട്ടോ. പട്ടിക്ക് പോലെ കൊടുത്തൂടെ ആഹാരം. എടലോലോ എന്നാ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയത്? എടാ എന്റെ കല്യാണമോ നടക്കുന്നില്ല, എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിൽ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി. അത് ശരിയാ, മറ്റുള്ളവരുടെ കല്യാണം കണ്ട് നിനക്ക് സന്തോഷിക്കാം. അത് പോട്ടെ, എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. നീ എന്നാടാ വിചാരിച്ച ഈ ലോറൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ? അതല്ലെന്നേ, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. കല്യാണം കഴിക്കാൻ നിനക്ക് അല്ലേ? ഈ ജന്മത്ത് നടക്കത്തില്ല. അതിന് ലോറൻസ് മാരേജ് ബ്യൂറോ അല്ല, ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല. ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല, പിന്നെയാണ് നിനക്ക്. പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക്. ദേ ചിന്നു വരുന്നുണ്ട്, അവിടെ സ്വഭാവം അറിയാലോ. പോ പോ പോ. എനിക്ക് പറ്റിയ വരുവാണെന്ന് വരുമ്പോ കൊടുത്തേ. ഹലോ ഹലോ, ലോറൻസ് മാരേജ് ബ്യൂറോ? അതെ, യെസ്, ലോറൻസ് മാരേജ് ബ്യൂറോ. ഭവതി എവിടെന്നാണ് വിളിക്കുന്നത്? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. പേരെന്താണ്, നാളെന്താണ്, തൂക്കം, വണ്ണം, വയസ്സ്, നിറം, പറഞ്ഞോളൂ. അയ്യോ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല. പിന്നെ? അതെ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ? അയ്യോ, കെട്ട് നടന്നതും ഇല്ല, ഉള്ളതിപ്പം കട്ടാവുകയും ചെയ്യും. ഹായ് ഹായ് ലോണ, പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉഗ്രൻ, അടിപൊളി. അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? ആര് പറഞ്ഞു കിട്ടണില്ലാന്ന്? പിന്നെ കിട്ടി. ഇന്നാള് പപ്പയുടെ കയ്യിൽ നിന്ന് 2 എണ്ണം. ഇതൊക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോന്നോ? എന്താ ഗുണം ഇല്ലാത്ത? അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ്. എന്താ കമ്മീഷൻ? എന്തിന്? ഉദാഹരണത്തിന് 3 മാസത്തിന് മുമ്പ് നടത്തിയ ഒരു കല്യാണം. പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കോ ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത്. ഒരു വഴക്കും ഇല്ലാതെയോ? ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല, ഇനി അവർ വഴക്കുണ്ടാക്കത്തുമില്ല. അത് ലോണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. പെണ്ണ് സംസാരിക്കത്തൂല, ചെറുക്കന് ചെവിയും കേൾക്കത്തില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ വഴക്കുണ്ടാക്കും? അവന്റെ ഒരു മാരേജ് ബ്യൂറോ ചവിട്ടിയാ ഗീർക്കളയും. എടാ, നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എഴുത്ത് കൊടുക്കലായിരുന്നു പണിയിൽ. അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കന് എഴുത്തുകാരിയായ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇവൾ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത്? 2 കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കെട്ടുകഥകൾ നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് 2 കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരി, 2 കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണല്ലേ? അത് രക്ഷപ്പെട്ടു പോട്ടെ. ശരി, നിന്റെ കെട്ടിയാന്ന് കെട്ടിക്കൂടാ? പട്ടി ചിന്നു, നീ വന്ന് കേറിയപ്പോ ചോദിച്ചതെന്താ? ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോന്നല്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ.